ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, ബ്രേക്ക് ചെയ്യണ 4 കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിലോ വർഷങ്ങളെടുക്കും. പക്ഷെ എങ്കിൽ പോലും ചെറിയ ചില കാര്യങ്ങൾ മതി ആ വർഷങ്ങളെടുത്ത ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഒന്നാമത്തെ കാര്യം എന്നറിയാവോ, നമ്മൾ ചില ആൾക്കാരൊക്കെ ഫ്രണ്ട്സിനെ വെക്കണ എന്താണെന്നറിയാവോ, അവരുടെ കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ്. അപ്പൊ ഹെൽപ്പ് ആവശ്യമുള്ളപ്പോൾ മാത്രം അവരെ വിളിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ കാര്യം വരുമ്പോൾ ഉണ്ടാവില്ല, ഇവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം വിളിക്കും. ഇങ്ങനെയുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം സ്ലോലി ആ ഒരു ബോണ്ട് കാലം ചെല്ലും തോറും മാറി പോയിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്, ടഫ് ടൈംസിലുണ്ടല്ലോ ഉണ്ടാവാത്ത ആൾക്കാരുണ്ട്. കാര്യം ഇവന് ഇത്തിരി കഷ്ടകാലമാണ്, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നല്ല സമയം വന്നാലോ ചാടി കയറി വരും, എൻ്റെ ചങ്കാണെന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് റിയൽ ഫ്രണ്ട്ഷിപ്പ് അല്ല. മൂന്നാമത്തെ കാര്യം എന്താ, ചങ്ക് ഫ്രണ്ടൊക്കെയാണ്, പക്ഷെ എന്താ, അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ അവനെ ചതിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യും, അല്ലെങ്കിൽ അവനെ പറ്റി മൊത്തം ഗോസിപ്പ് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേറൊരാൾ പറഞ്ഞ് കറിഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കൽ പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ, ട്രസ്റ്റ് ബ്രേക്ക് ചെയ്താൽ പിന്നെ ആ സെയിം ലെവലിലേക്ക് നമുക്കൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നാലാമത്തെ കാര്യം എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൗണ്ടറി സെറ്റിംഗ് ഇല്ല. മറ്റേ ആളെ ഒരു പ്രൈവസി ഇല്ലാതെ വർക്ക് ചെയ്യുവാണെങ്കിൽ അതും കുറെ കഴിയുമ്പോഴത്തേക്കും പ്രശ്നങ്ങളുണ്ടാകും. കാര്യം എന്താ, എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ട്. അതിനെ ഏത് ഫ്രണ്ടാണെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ട്രൂ ഫ്രണ്ട്സിനെ കീപ്പപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യണം, ലോയൽറ്റി ബിൽഡ് ചെയ്യണം. ഇങ്ങനെയുള്ള രീതിയിൽ പോകുമ്പോഴാണ് ഒരു ആർക്കും തകർക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇത് എഗ്രി ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. കാര്യം എന്താ, ട്രൂ ഫ്രണ്ട്സ് അത്രയും റെയറാണ്.